ആർക്കും എടുത്തിട്ട് കൊട്ടാൻ ഞങ്ങൾ ഖത്തറല്ല, അത് ഇസ്രായേൽ ഓർത്തിരുന്നാൽ നന്ന്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ ഭീഷണി മുഴക്കി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ നടത്തിയൊരു പ്രതികരണം ഇപ്പോൾ വലിയൊരു ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ്. അതായത് ഈ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഒരു കാര്യം ഇസ്രായേൽ ഓർക്കുന്നത് നന്നായിരിക്കും, പാകിസ്ഥാൻ ഖത്തറല്ല. ലോകത്തെവിടെയാണെങ്കിലും ഞങ്ങളുടെ നയതന്ത്രജ്ഞർക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷം സംഭവിച്ചാൽ ഞങ്ങൾ അവരെ തകർത്ത് തരിപ്പണമാക്കും എന്നതായിരുന്നു പറഞ്ഞത്. എന്നാൽ ഈ പ്രസ്താവനയിൽ ഖത്തറിനെ കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഖത്തറിനെ ഇവിടേക്ക് എടുത്തിടുന്നതിൻ്റെ ഒരു ഔചിത്യ ബോധം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്നതാണ് ഇവിടെ എടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. ഈ വിഷയത്തിൽ പാകിസ്ഥാനെ ശക്തമായ ഭാഷയിൽ ട്രോളിക്കൊണ്ടാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് അദ്ദേഹം ഒരു മറുപടി നൽകിയിരിക്കുന്നത്. വീണ്ടും വീണ്ടും പാകിസ്ഥാൻ ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ തങ്ങളുടെ വില കളയാനുള്ള എല്ലാ നീക്കങ്ങളും ഇവിടെ നടത്തുകയാണ്. എന്നാലും ആഗോള തീവ്രവാദത്തിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയ ഖത്തറിനെ എങ്ങനെ അതായത് ഈ ഒരു തരത്തിലേക്ക് പാകിസ്ഥാൻ അപമാനിക്കാൻ മുതിരരുതായിരുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ഖത്തർ രാജാവിനെ ഇന്നലെ വരെ ബാപ്പയായി കണ്ടിരുന്ന കേരളത്തിലെ സുഡാപ്പികളെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മിക്കാമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അവർ കുറച്ച് ദിവസം ആസിഫ് മാമയെയും ബാപ്പയായി കണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇറാനിലെ ആരോ ആണ് അവരുടെ പുതിയ ബാപ്പ. അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുമല്ലോ കാര്യങ്ങൾ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞ ചില കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. ഖത്തർ എന്താ എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയാണോ? കീലേരിയുടെ പുതിയ ഡയലോഗ് കേട്ടോ. ഒരു കാര്യം ഇസ്രായേൽ ഓർക്കുന്നത് നന്നായിരിക്കും, പാകിസ്ഥാൻ ഖത്തറല്ല. ലോകത്തെവിടെയാണെങ്കിലും ഞങ്ങളുടെ നയതന്ത്രജ്ഞർക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷം സംഭവിച്ചാൽ ഞങ്ങൾ അവരെ തകർത്ത് തരിപ്പണമാക്കും. സംഗതി കീലേരി പതിവ് പോലെ തള്ളിയതാണെങ്കിലും അതിനിടയിൽ ഖത്തറിനെ വലിച്ചിട്ടത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. വന്നവനും പോകുന്നവനും ഒക്കെ ചെണ്ട കൊട്ടാൻ ഖത്തർ എന്ന രാജ്യവും അവിടുത്തെ ഭരണാധികാരികളും അത്രയ്ക്ക് ഉണ്ണാക്കന്മാരാണോ? ഹമാസ് പോലുള്ള ഇസ്ലാമിക തീവ്രവാദ നേതാക്കൾക്ക് താവളമൊരുക്കുകയും ലോകത്തിലെ ഏറ്റവും കൂടുതൽ തീവ്രവാദ ഫണ്ട് ഒഴുക്കുകയും ചെയ്യുന്ന ഖത്തറിനെ ഇങ്ങനെ ഊശിയാക്കരുതായിരുന്നു. ഇസ്രായേൽ ഖത്തറിനെ കയറി അടിച്ചപ്പോൾ ഇസ്രായേലിനെ അന്ന് രാത്രി തന്നെ തീർക്കാൻ ഖത്തർ തീരുമാനിച്ചതാണ്. പക്ഷേ കാരുണ്യവാനായ ഖത്തർ രാജാവ് ഇസ്രായേലിന് മാപ്പ് കൊടുത്തു. അല്ലാതെ തിരിച്ചടിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു. പ്രതികരണം ഇങ്ങനെ: ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന തള്ള്. എന്നിട്ട് ഇറാൻ ഖത്തറിനെ ആക്രമിച്ചു. പ്രതികരണം: ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന തള്ള്. എന്നിട്ട് വഴിയെ പോയ പാകിസ്ഥാൻ വരെ ഖത്തറിനെ ട്രോളുന്നു. പ്രതികരണം: വായിൽ പഴം തിരികെ മിണ്ടാതെ ഇരിക്കുന്നു. എന്നാലും ആഗോള തീവ്രവാദത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയ ഖത്തറിനെ ഇങ്ങനെ അപമാനിക്കരായിരുന്നു ആസിഫ് മുനീർ മാമ. ഒന്നുമില്ലെങ്കിലും ഖത്തർ രാജാവിനെ ഇന്നലെ വരെ ബാപ്പയായി കണ്ടിരുന്ന കേരളത്തിലെ സുഡാപ്പികളെ കുറിച്ചെങ്കിലും ഓർക്കണമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അവർ കുറച്ച് ദിവസം ആസിഫ് മാമയെയും ബാപ്പയായി കണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇറാനിലെ ആരെയോ ആണ് അവരുടെ പുതിയ ബാപ്പ. അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുമല്ലോ. എന്നാലും വരുന്നവരും പോകുന്നവരും എടുത്തിട്ട് അലക്കുന്ന വെറും കോമഡി പീസുകളായ ഖത്തർ ഇന്ത്യയെ പാഠം പഠിപ്പിക്കുമെന്നൊക്കെ ഒരു കാലത്ത് സ്വപ്നം കണ്ടിരുന്ന ഒരു സുഡാപ്പികളെ സമ്മതിക്കണം എന്നതായിരുന്നു അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.